ഉള്ളിത്തൊലിയുടെ ഗുണങ്ങളെപ്പറ്റി ഞാൻ അധികം പറയുന്നില്ല, കാരണം ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. ഉള്ളിത്തൊലി നമ്മളിതുപോലെ വെള്ളത്തിലിട്ട് ചീച്ച് 7 ദിവസം ചീച്ചതിന് ശേഷം ചെടികൾക്ക് ഉപയോഗിക്കുക. ഏത് പൂക്കാത്ത ചെടിയും പൂക്കും, നല്ല ആരോഗ്യം ഉണ്ടാകും, പ്രതിരോധശേഷി ഉണ്ടാകും, അതുപോലെ തന്നെ നല്ല വിളവും ഉണ്ടാകും. അപ്പോൾ അതിന് ഉള്ളിത്തൊലിയിൽ പൊട്ടാഷാണ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. മറ്റു മൂലകങ്ങളും ധാരാളം ഉണ്ട്. അതുപോലെ തന്നെയാണ് കൃഷിക്ക് ഏറ്റവും ഉപയുക്തമായ മറ്റൊരു സാധനം മുട്ടത്തൊണ്ട്. ഇത് രണ്ടും നമുക്ക് പണച്ചെലവില്ലാതെയാണ് കിട്ടുന്നത്. പക്ഷേ ഒരു കാര്യം, ഇത് സംഘടിപ്പിക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു വീട്ടിലൊക്കെ കൂടി വന്ന ഒരു പിടി ഉള്ളിത്തോലയൊക്കെ കിട്ടുള്ളൂ ഒരു ദിവസം. അതുകൊണ്ടൊന്നും നമ്മുടെ കൃഷിക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ഉള്ളിത്തോല കഷായം ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനടിയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നു. ചേട്ടാ, ഈ ഉള്ളിത്തൊലി എങ്ങനെയെങ്കിലും അയച്ചു തരാമോ, നമുക്കിത് കിട്ടാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിരുന്നു. അപ്പോൾ നമുക്കിത് എത്തിക്കാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ ഒരു 3/4 ചാക്കാണിത്. ഈ 3/4 ചാക്ക് കുത്തി നിറച്ച് എടുത്തു കഴിഞ്ഞാൽ തന്നെ 1/2 കിലോ പൊടി കിട്ടും. പൊടിക്കാനും ഭയങ്കര പാടാണ്. ഒരു പിടി മിക്സിയുടെ ജാറിലിട്ടാലേ പൊടിഞ്ഞ് കിട്ടുള്ളൂ. നിറയെ നമ്മൾ വാരിയിട്ട് കഴിഞ്ഞാൽ ഒന്നും പൊടിയില്ല, കിടന്ന് കറങ്ങുള്ളൂ. അപ്പോൾ ഒരു പിടി വീതം നമ്മളിത് പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ശ്രമകരമായ പണിയാണ്. അതുപോലെ ഇത് സംഘടിപ്പിക്കുക, അതും ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. ഇത് ചീക്കുന്നതിന് പകരം ഇത് പൊടിയാക്കിയിട്ട് ആ പൊടി നമുക്ക് വെള്ളത്തിലിട്ട് ചീച്ചെടുക്കാം. പൊടി നേരിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കൃഷിയുടെ ഉപോൽപ്പന്നങ്ങളായ പല സംഗതിയുണ്ട്. കോവൽ തണ്ടുകൾ തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് ആൾക്കാർ. അവർക്കൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോഴും 3-4 പേർക്കും കൂടെ കൊടുക്കാനുള്ളത് ഇരിപ്പുണ്ട് കോവൽ തണ്ട്. ഇപ്പോൾ ഈ മുട്ടത്തൊണ്ട് പൊടിച്ചതും അതുപോലെ നമ്മുടെ ഈ ഉള്ളിത്തോല് പൊടിച്ചതൊക്കെ ഞാനിപ്പോൾ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട്. അതും കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഇതാണ് ഉള്ളിത്തോല് പൊടിച്ചത്. ഇത് 1/4 കിലോയാണ്. അപ്പോൾ ഈ 1/4 കിലോ ഉള്ളിത്തോലിന് 200 രൂപയാണ്. അപ്പോൾ ഇതിൽ പോസ്റ്റൽ ചാർജ്, ബോക്സിൻ്റെ ചാർജ് ഇതെല്ലാം ഞാൻ എടുത്തിട്ടാണ് 200 രൂപയ്ക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇത്രയും നമുക്ക് പൊടിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഉള്ളിത്തോല് വേണം. അതാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നു. അതുപോലെ ഒന്നാണ് മുട്ടത്തോട് പൊടിച്ചത്. അതും ഇത് 250 ഗ്രാമിൻ്റെ 150 രൂപ വാങ്ങിക്കുന്നുള്ളൂ. ഇതിനല്പം കൂടി വെയിറ്റ് ഉള്ളത് കൊണ്ട് അത്രയും മതി. അപ്പോൾ ഇത് 1 ടീസ്പൂണാണ് നമ്മൾ മുളകിനോ തക്കാളിക്കോ അല്ലെങ്കിൽ പൂച്ചെടികൾക്കൊക്കെ ഏറ്റവും നല്ലതാണിത്. എല്ലാ പച്ചക്കറികൾക്കും നല്ലതാണ്, പ്രത്യേകിച്ച് പൂച്ചെടികൾക്കും നല്ലതാണ്. ഇതും പൂച്ചെടികൾക്കും നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഓൺലൈനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓർഡറാണ് കേട്ടോ. ഇതിപ്പോൾ നാളെ അയക്കേണ്ടതാണ്. അപ്പോൾ അയക്കാൻ ഇതൊരു 4 പേര് പറഞ്ഞിട്ടുണ്ട്. ഇത് 3 പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 പേർക്കുള്ളതും 4 പേർക്കുള്ളതുമാണ് ഈ വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ വേറെ പാക്ക് ചെയ്ത് തരാം. ഇവിടെ ഉള്ളിത്തോലിരിപ്പുണ്ട്, പൊടിച്ചെടുത്താൽ മതി. പിന്നെ ഇപ്പോൾ കേരളത്തിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ പൊന്നാങ്കണ്ണി. ഇത് യഥാർത്ഥ പൊന്നാങ്കണ്ണിയാണ് കേട്ടോ. പൊന്നാങ്കണ്ണി പലതരമുണ്ട്. പൊന്നാങ്കണ്ണി എന്നും പറഞ്ഞ ആൾക്കാർ പറ്റിക്കുന്നുണ്ട്. ഇത് ഒറിജിനൽ പൊന്നാങ്കണ്ണിയാണ്. ഇത് 20 തണ്ടുള്ള ഒരു കവറിനാണ് ഞാൻ 200 രൂപ വാങ്ങിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് ചിലവുകളെല്ലാം ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ഇത് 20 തണ്ടെന്ന് പറഞ്ഞാൽ വലിയ തണ്ടുകളായിരിക്കും. അപ്പോൾ ആ തണ്ട് മുറിച്ച് ഇത്രയും പോകുന്ന ഒരു ചെറിയ ഈ ഒരു വിരൽ നീളത്തിലുള്ള തണ്ടുകൾ നമ്മൾ മുറിച്ച് നട്ടാൽ മതി. അപ്പോൾ ഇതിൽ ബാക്കി പുറകോട്ട് വരുന്ന തണ്ടുകളുണ്ടെങ്കിൽ ഈ തല വേണമെന്നില്ല, ഈ തണ്ട് മാത്രമായിട്ട് നട്ടാലും പൊടിച്ച് കിളിർത്ത് വരും. 2 ആഴ്ച കൊണ്ട് നിറയെ ഇത് വളർന്നു വരും. അപ്പോൾ ഇതും ആവശ്യക്കാരുണ്ടെങ്കിൽ അയച്ചു തരുന്നതാണ്. കണ്ണിനൊക്കെ ഒരുപാട് ഗുണമുള്ളതാണിത്. ചിലരൊക്കെ പറയുന്നത് പകൽ മുകളിലേക്ക് നോക്കിയാൽ നക്ഷത്രത്തെ കാണുമെന്നാണ് പറയുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അതിപ്പോൾ ഞാൻ ആഴ്ചയിൽ 3 പ്രാവശ്യം കഴിക്കുന്നു. ഇത് ഇത്ര മതി ഒരാൾക്ക്. ഇത്രയും ഇല മതി. ഇതിൻ്റെ കൂടെ മുട്ടയോ കാരറ്റോ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടുണ്ടാക്കും. ഇതൊരാൾക്ക് മതി. അപ്പോൾ 3 പേരൊക്കെ ഉള്ള കുടുംബത്തിലാണെങ്കിൽ ഒരു 5-8-10 തണ്ട് മതിയാവും. ഇത് തിമിരം വരാതെ നമ്മളെ സംരക്ഷിക്കും. തിമിരം വന്നവർക്ക് അത് മാറാൻ സാധ്യതയില്ല കേട്ടോ. മാറുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വരാതിരിക്കാൻ സാധിക്കും. നല്ല കാഴ്ചശക്തി കിട്ടും, ആരോഗ്യത്തിന് നല്ലതാണ്. മറ്റനേകം രോഗങ്ങൾക്കും ഇത് നല്ലതാണ്. പിന്നെ കറ്റാർവാഴയാണ്. ഇത് ചെറുതാണ്. ഈ വലിയ കറ്റാർവാഴ മുകളിൽ നിറയെ ടെറസ് നിറയെ കറ്റാർവാഴയാണ്. അതിലാ വലിയ കറ്റാർവാഴ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൃഷിയെപ്പറ്റി എല്ലാ വിവരങ്ങൾക്കും സംശയങ്ങൾക്കൊക്കെ കമൻറ്റുകൾ ഇടുക.
ഇത് അരച്ചാക്ക് പൊടിച്ചിട്ടാണ് കേട്ടോ ഇത്രയും കിട്ടുന്നത്. ശ്രമകരമായ പണിയാണ്. പക്ഷേ ഇത് ചെടികൾക്ക് പൂക്കാനൊരു ടെൻഡൻസി എടുക്കുന്ന സമയത്താണ് ഇത് കൊടുക്കേണ്ടത്. ഇത് നിങ്ങൾ 2.5 ലിറ്റർ വെള്ളത്തിലൊഴിച്ച്, അപ്പോൾ നന്നായിട്ട് ഇത് കുറുകി ഇരിക്കുന്ന മാതിരി തോന്നും. അത് 7 ദിവസം കഴിഞ്ഞിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് പിന്നെ 5 ലിറ്റർ പച്ചവെള്ളവും കൂടി ചേർത്ത് കഴിയുമ്പോൾ 7.5 ലിറ്റർ ഉണ്ടാകും. 100-150 ml ഒരു ചെടിക്ക് ഉപയോഗിച്ചാൽ മതി. ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇലകൾക്ക് സ്പ്രേ ചെയ്യാം. ഇലകൾക്ക് സ്പ്രേ ചെയ്താൽ ഈ പൊട്ടാഷ് ഇലകൾ പെട്ടെന്ന് അബ്സർവ് ചെയ്ത് ചെടിയിലേക്ക് വലിച്ചു കൊടുക്കും. അതുപോലെ മുട്ടത്തിനുണ്ടെന്ന് പറഞ്ഞാൽ മെയിൻ കണ്ടൻറ്റ് കാൽസ്യമാണ്. കാൽസ്യം ഇല്ലാതെ ചെടികൾക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ കാൽസ്യം ധാരാളം കൊടുക്കുന്നതുകൊണ്ട് നല്ല വിളവ് കിട്ടും, ചെടിക്ക് ആരോഗ്യം കിട്ടും. ആരോഗ്യം കിട്ടുന്നതനുസരിച്ച് പ്രതിരോധശേഷി കൂടും. മറ്റ് കീടബാധകൾ ഉണ്ടാവാതെ നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.